നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന ഒരു കഥ പാതായിക്കര നമ്പൂതിരിമാരെ കുറിച്ചാണ്. പാതായിക്കര എന്ന ഇല്ലം അങ്ങാടിപ്പുറം ദേശത്താണ്. ആ ഇല്ലത്ത് ഒരു കാലത്ത് അതിശക്തന്മാരും ജ്യേഷ്ഠനനുജന്മാരുമായി രണ്ട് നമ്പൂതിരിമാരുണ്ടായിരുന്നു. ഇവർക്ക് ദിവസം തോറും രണ്ടു നേരവും ഭക്ഷണത്തിന് ഓരോ പന്തിരുനാഴി എന്ന് വച്ചാൽ 12 ഇടങ്ങഴി അരി അത് വീതമായിരുന്നു അവരുടെ ഭക്ഷണം. സാധാരണയായി അവർ കൂട്ടാനും മോരും കൂട്ടി ഊണ് കഴിക്കുക എന്നത് പതിവില്ലായിരുന്നു. അതിനു പകരം തേങ്ങാപ്പാലാണ് അവർ കൂട്ടി വന്നത്. ജ്യേഷ്ഠനും അനുജനും 12 വീതവും ജ്യേഷ്ഠന്റെ അന്തർജനത്തിന് 3 നാഴിയും, അങ്ങനെ 25 ഇടങ്ങഴി അരി ആ അന്തർജനം വെച്ച് വാർത്ത് അതിൽ നിന്ന് തനിക്കുള്ള 3 നാഴി അരിയുടെ ചോറെടുത്തുകൊണ്ട് ശേഷമുള്ളത് പപ്പാതി 2 പേർക്കും വിളമ്പിക്കൊടുക്കുകയും 2 പേരുടെയും ഇടതുവശത്ത് പൊളിക്കാത്ത 12 തേങ്ങ വീതം കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു പതിവ്. ജ്യേഷ്ഠനും അനുജനുമായ നമ്പൂതിരിമാര് ഊണുകാലായാൽ അവിടെ വന്നിരുന്ന് ഇടത്തെ കൈകൊണ്ട് ഓരോ തേങ്ങയെടുത്ത് പിഴിഞ്ഞു കൂട്ടി ഊണ് കഴിക്കും. ആ ചോറ് അവസാനിക്കുമ്പോ നാളികേരവും തീർന്നിരിക്കും. അന്തർജനത്തിന്റെ ഊണും അങ്ങനെ തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ അവർക്ക് ചോറ് കുറവായതുകൊണ്ട് പിഴിഞ്ഞു കൂട്ടാൻ ഒരു നാളികേരമേ പതിവുള്ളൂ. അവരും ആ ഒരു തേങ്ങ പൊളിക്കാതെ തന്നെ ഇടത്ത് കൈകൊണ്ട് പിഴിഞ്ഞു കൂട്ടിയാണ് ഉണ്ണുക പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഇല്ലത്ത് പതിവ് പോലെ അരിവെപ്പ് കഴിഞ്ഞ് നമ്പൂതിരിമാർ ഉണ്ണാനിരിക്കാൻ ഭാവിച്ചപ്പോ സമീപസ്ഥനും ചാർച്ചക്കാരനുമായ ഒരു നമ്പൂരി, ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ബന്ധുവായിട്ടുള്ള ഒരു നമ്പൂരി, ഓടി വന്ന് ഈ നമ്പൂതിരിമാരോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ ജന്മനക്ഷത്രമാണ്. നിങ്ങൾ 2 പേരും ഭക്ഷണത്തിന് ഇല്ലത്തേക്ക് വരണം. ഇന്നലെ തന്നെ ഇവിടെ ക്ഷണിക്കണമെന്ന മകനോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ നിങ്ങളെ കാണാത്തതുകൊണ്ട് ഇപ്പൊ മകനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോ ഇവിടെ മാത്രം പറയാൻ മറന്നുപോയി എന്ന് അയാൾ പറഞ്ഞു. അയ്യോ, എന്നാ കാര്യം തെറ്റിയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോ പരിഭ്രമിച്ച് വരികയായിരുന്നു. ഈ സമയത്ത് വല്ലവരെയും പറഞ്ഞയച്ചാ നിങ്ങൾ അമാന്തിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ ഓടി വന്നത്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് പോവാം. ഇനി അവിടെ ഊണ് കാലായിരിക്കുന്നു. ഇല വയ്ക്കാൻ ഇനി നമ്മൾ ചെല്ലേണ്ട താമസേ ഉള്ളൂ എന്നൊക്കെ ആ ചാർച്ചക്കാരൻ അങ്ങോട്ട് പറഞ്ഞു. ചാർച്ചക്കാരൻ ഇത്ര ഗംഭീരായിട്ടൊക്കെ വന്ന് വിളിക്കുമ്പോ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നത് ഒരു പൊരുത്തക്കേടാണല്ലോ എന്ന് വിചാരിച്ച് നമ്പൂതിരിമാർ 2 പേരും അദ്ദേഹത്തോടു കൂടി സദ്യക്ക് അങ്ങോട്ട് പോയി. അതേ സമയത്ത് ജ്യേഷ്ഠന്റെ ഭാര്യയായ ആ അന്തർജനം, അയ്യോ, ഈ വെച്ചുണ്ടാക്കിയ ചോറ് വൈകുന്നേരത്തേക്ക് ഇരുന്നാൽ ആറിത്തണുത്ത് പോകൂലോ എന്ന് വിചാരിച്ച് അന്തർജനം ആ 2 പന്തിരുനാഴിയും തനിക്ക് പതിവുള്ള 3 നാഴിയും കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഊണ് കഴിക്കുകയും ചെയ്തു. അങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോ നമ്പൂതിരിമാര് പതിവ് പോലെ അത്താഴത്തിന് വന്നിരുന്നു. പക്ഷേ അത്താഴത്തിന് ഉച്ചലത്തെ 6 തണുത്ത ചോറായിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ നല്ല ചൂടുള്ള ചോറാണ് അവിടെ വിളമ്പിയത്. അത് കണ്ടപ്പോ മൂസാമ്പൂരി ചോദിച്ചു, കാലത്തെ ചോറ് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അതായത് ജ്യേഷ്ഠൻ നമ്പൂരിയാണ് ഇവിടെ മൂസാമ്പൂരി എന്ന് പറയണത്. അത് കേട്ടപ്പോ അന്തർജനം പറഞ്ഞു, ഓ, അത് ആറിത്തണുത്ത് ചീത്തയാവൂലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഉണ്ടു എന്ന് പറഞ്ഞു. അത് കേട്ട് മൂസാമ്പൂരി പറഞ്ഞു, ഓ, അതുവോ, എന്നാൽ നല്ല ശിക്ഷയായി, ഒട്ടും തരക്കെടില്ല. നാളെ മുതൽ ഓരോ പന്തിരുനാഴി കൂടി വച്ചോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ 2 നേരവും
മുമ്മൂന്ന് പന്തിരുനാഴി അവിടെ പതിവാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ നമ്പൂരിമാർക്ക് ഒരിടത്ത് ഒരു സദ്യക്ക് ചെല്ലുന്നതിന് ക്ഷണം വന്നു. സദ്യക്ക് പോകാറായപ്പോ മൂസാമ്പൂരി അവിടെ നാലുകെട്ടിന്റെ നടുമുറ്റത്ത് കിടന്നിരുന്ന ആട്ടുകല്ലെടുത്ത് അങ്കണത്തിന്റെ ഉത്തരത്തിന്മേൽ വച്ചിട്ടാണ് പോയത്. അന്ന് കറുത്ത വാവായിരുന്നു. വാവിന്റെ അന്ന് അവിടെ ആർക്കും അത്താഴം പതിവില്ല. എല്ലാവർക്കും വൈകുന്നേരം പലഹാരാണ് പതിവ്. പലഹാരത്തിനും അരിയുടെ കണക്ക് പഴയതുപോലെ തന്നെ. അതായത് 3 പേർക്കും കൂടി 36 ഇടങ്ങിഴി അരി. അത്രയും അരി ആ അന്തർജനം തന്നെയാണ് ആ ആട്ടുകല്ലിൽ അരച്ച് പലഹാരം ഉണ്ടാക്കുക പതിവ്. ആ ആട്ടുകല്ലിൽ 12 ഇടങ്ങിഴി അരി ആട്ടി അരയ്ക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ വലിപ്പം ഏകദേശം എന്റെ കഥാപ്രേമികൾക്ക് ഊഹിക്കാലോ. ആ ആട്ടുകല്ലെടുത്ത് ഉത്തരത്തിന്മേൽ വച്ചാൽ അന്തർജനം എന്തു ചെയ്യുമെന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് മൂസാമ്പൂരി തന്റെ ധർമ്മപത്നിയുടെ ബലം പരീക്ഷിക്കാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അരി അരയ്ക്കാറായപ്പോ അന്തർജനം പതിവ് പോലെ അരിയും കൊണ്ട് നടുമുറ്റത്ത് ചെന്നു. അപ്പോ ആട്ടുകല്ല് അവിടെ കാണാത്തത് കൊണ്ട് അവർ ഹേയ് ഇതാര് കൊണ്ടുപോയി എന്ന് വിചാരിച്ച് അവിടെ ഒക്കെ തപ്പി നോക്കി. അങ്ങനെ നോക്കി ചെന്നപ്പോ കല്ല് ഉത്തരത്തിലിരിക്കുന്നതായി ആ അന്തർജനം കണ്ടു. ഹേയ് ഇതെടുത്ത് ഇവിടെ വെച്ചത് ആരാണ്? ഓ മറ്റാരും ആയിരിക്കില്ല, അവരിൽ ജ്യേഷ്ഠനോ അനുജനോ ആയിരിക്കണം. ഇതിപ്പോ എന്തിനാണാവോ ഇങ്ങനെ ചെയ്തേ? ആ എന്തിനെങ്കിലും ആവട്ടെ, എന്തായാലും അരി അരയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്തർജനം ആ ആട്ടുകല്ലെടുത്ത് താഴെ വച്ച് അരി അരയ്ക്കുകയും യഥാപൂർവം അരി അരച്ചതിനു ശേഷം അത് ഉത്തരത്തിന്റെ മുകളിൽ തന്നെ വയ്ക്കുകയും ചെയ്തു. നമ്പൂരിമാരായ ജ്യേഷ്ഠനും അനുജനും സദ്യയൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞു വന്നപ്പോ പലഹാരം വിളമ്പിയിരിക്കുന്നത് കണ്ടപ്പോ മൂസാമ്പൂരി ചോദിച്ചു, ഏയ് ഇന്ന് അരി അരച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോ ആ അന്തർജനം പറഞ്ഞു, അരി അരച്ചത് എങ്ങനെയാ? സാധാരണ അരയ്ക്കണ പോലെ ആട്ടുകല്ലെടുത്ത് തന്നെയാണ് അരി അരച്ചത്. അത് അവിടെ തന്നെ കഴുകി ഉത്തരത്തിന്റെ മുകളിൽ എടുത്തു വച്ചിട്ടുണ്ട്. എന്നാ പോരെ എന്ന് ചോദിച്ചു. അത് കേട്ട് മൂസാമ്പൂരി പറഞ്ഞു, മതി, വളരെ സന്തോഷായി എന്ന് പറയുകയും ചെയ്തു. എന്തായാലും തന്റെ സഹധർമ്മിണി തനിക്ക് അനുരൂപ തന്നെ എന്ന് മൂസാമ്പൂരി അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പാതായിക്കര ഇല്ലത്ത് കോഴിക്കോട്ടുകാരൻ ഒരു നമ്പൂരി വന്നു. അദ്ദേഹം വലിയ ശക്തിമാനും അഭ്യാസിയുമായിരുന്നു. അദ്ദേഹത്തെ പോലെ ശക്തിയുണ്ടായിട്ട് ഭൂലോകത്ത് ആരുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെയും ആ നാട്ടുകാരുടെയും, അതായത് കോഴിക്കോട്ടുകാരുടെയും ഒരു വിശ്വാസം. അദ്ദേഹം ദിവസം പ്രതി 2 നേരവും 4 ഇടങ്ങിഴി അരിയുടെ ചോറ് വീതം ഉണ്ണുമായിരുന്നു. പക്ഷേ പാതായിക്കര നമ്പൂരിമാരുടെ സ്ഥിതി വിചാരിച്ചാൽ ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. എങ്കിലും അയാളുടെ ഊണും സാധാരണ അല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ നാട്ടുകാരായ കോഴിക്കോട്ടുകാരും അദ്ദേഹം സർവശക്തനാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ഒരു തെറ്റായി വിചാരിക്കാനാവില്ല. എന്തായാലും ആ നമ്പൂരി പാതായിക്കര നമ്പൂരിമാരെ കുറിച്ച് കേട്ടിട്ട് അവരുടെ ബലമൊന്ന് പരീക്ഷിച്ചറിയണമെന്നും നിവൃത്തിയുണ്ടെങ്കിൽ അവരെ ജയിക്കണമെന്നും വിചാരിച്ചാണ് പാതായിക്കര ഇല്ലത്ത് വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം വന്ന സമയത്ത് പാതായിക്കര നമ്പൂരിമാർ ഇല്ലത്തുണ്ടായിരുന്നില്ല. അവര് എവിടെയോ ഒരു സദ്യക്ക് പോയിരിക്കുകയാണെന്നും വൈകുന്നേരം മടങ്ങി വരുമെന്നും അന്തർജനം അങ്ങട് അറിയിച്ചു. അത് കേട്ടപ്പോ കോഴിക്കോട്ടുകാരൻ നമ്പൂരി ആ അന്തർജനത്തിനോട് പറഞ്ഞു, താൻ ആ നമ്പൂരിമാരെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നും അവർ വന്ന് കണ്ടിട്ടല്ലാതെ താൻ പോകില്ലെന്നും തനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും തനിക്ക് ഒരു നേരത്തേക്ക് 4 ഇടങ്ങിഴി അരിയുടെ ചോറാണ് പതിവെന്നും ഒരു ദാസി മുഖാന്തരം ആ അന്തർജനത്തിനെ അങ്ങട് അറിയിച്ചു. ആട്ടെ, അതിനൊരു വിരോധമില്ല.
കുളി കഴിഞ്ഞു വരുമ്പോ ചോറ് കൊടുക്കാം എന്ന് അന്തർജനത്തിന്റെ മറുപടി കേട്ട് നമ്പൂരി കുളിക്കാൻ പോയി. അദ്ദേഹം കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും നാലുകെട്ടിൽ 4 ഇടങ്ങിഴി അരിയുടെ ചോറ് വിളമ്പി. ഒരു കിണ്ടി വെള്ളവും ഒരു പലകയും പൊളിക്കാത്ത 4 നാളികേരവും അതിനടുക്കൽ വച്ച് വടുക്കിനിയിലേക്ക് കടന്ന് നാലുകെട്ടിലേക്കുള്ള വാതിൽ പതിയെ ചാരിക്കൊണ്ട് ഇനി കടന്നിരുന്നോളാൻ പറ എന്ന് ദാസിയോടെന്ന ഭാവത്തിൽ അന്തർജനം അങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ട് കോഴിക്കോട്ടുകാരൻ നമ്പൂരി നാലുകെട്ടിൽ കടന്ന് അങ്ങോട്ട് ഉണ്ണാനിരുന്നു. അവിടെ കൂട്ടാനും മോരുമൊന്നും കാണാത്തതുകൊണ്ട് ഹേയ്, ഇവിടെ കൂട്ടാനും മോരുമൊന്നും ഇല്ല എന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് മറുപടിയായി അന്തർജനം പറഞ്ഞു, ഹേയ്, ഇവിടെ അതൊന്നും പതിവില്ല. ഇവിടെ എല്ലാവരും തേങ്ങാപ്പാല് കൂട്ടിയാണ് ഊണ് കഴിക്കുക പതിവ്. നാളികേരം അവിടെ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് ദാസിയോടെന്ന വിധത്തിൽ അന്തർജനം പറഞ്ഞു. അത് കേട്ട് നമ്പൂരി ചോദിച്ചു, ഹേയ്, നാളികേരം പിഴിയാതെ പാല് കൂട്ടി ഉണ്ണുന്നത് എന്ന് ആത്മഗതം പോലെ അങ്ങോട്ട് ചോദിച്ചു. അത് കേട്ടപ്പോ അന്തർജനം വടുക്കിനിയുടെ വാതിൽ സ്വൽപ്പം തുറന്ന് ഒരു പാത്രമെടുത്ത് നാലുകെട്ടിലേക്ക് വച്ചിട്ട് വേറെ 4 നാളികേരം എടുത്തു കൊണ്ടുവന്ന് 2 കൈയിലും ഓരോന്ന് വാതിൽപ്പുറകിന് മറഞ്ഞു നിന്നുകൊണ്ട് കൈ നീട്ടി 2 പ്രാവശ്യമായി ആ പാത്രത്തിലേക്ക് മാമ്പഴം പിഴിയുന്നത് പോലെ പിഴിഞ്ഞങ്ങോട്ട് കൊടുത്തു. അത് കണ്ടപ്പോ തന്നെ കോഴിക്കോട്ടുകാരൻ നമ്പൂരിക്ക് വളരെ വിസ്മയവും ഭയവും ഉണ്ടായി. പൊളിക്കാത്ത തേങ്ങായെടുത്ത് ഈ അന്തർജനം പിഴിഞ്ഞിട്ട് അതിന്റെ ചിരട്ടയും ചകിരിയും പഞ്ഞി പോലെ ആവുകയും പാൽ മുഴുവൻ പുറത്തു വരികയും ചെയ്തു. ഈ സ്ഥിതിക്ക് ഈ അന്തർജനത്തിന്റെ നമ്പൂരിയും അദ്ദേഹത്തിന്റെ അനുജനും എത്രമാത്രം ശക്തന്മാരായിരിക്കും. എന്തായാലും ഞാൻ അവരെ ജയിക്കാൻ ശക്തനല്ല, തീർച്ച തന്നെ. ക്ഷണത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അതാ ഇപ്പോ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്നിങ്ങനെയൊക്കെ വിചാരിച്ച് അദ്ദേഹം ഒരുവിധം ഊണ് കഴിച്ചില്ല എന്ന് വരുത്തി അവിടെ നിന്നും അങ്ങോട്ട് പോവുകയും ചെയ്തു. പാതായിക്കര നമ്പൂരിമാരുടെ ഇല്ലത്തിന് സമീപം ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ ജ്യേഷ്ഠനും അനുജനുമായ നമ്പൂരിമാര് എല്ലാ ദിവസവും രാവിലെ ചെന്ന് തൊഴുത് പോരുക ഒരു പതിവായിരുന്നു. ആ പതിവ് പ്രകാരം മൂസാമ്പൂരിയായ ജ്യേഷ്ഠൻ നേരത്തെ കുളിച്ച് തേവാരവും കഴിഞ്ഞ് തൊഴാൻ പോയി. പാതായിക്കര ഇല്ലത്തു നിന്ന് ഇറങ്ങിയ അമ്പലത്തിൽ ചെല്ലുന്നതിനിടയ്ക്ക് കുറേയിടെ ഒരു ഇടവഴിയാണ്. കുറച്ച് അമാന്തിച്ചിട്ടാണ് ഇളയ നമ്പൂരി, അതായത് അനിയൻ നമ്പൂരി, ആ ഇടവഴിയിലൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ പോയത്. അങ്ങനെ ഇളയ നമ്പൂരി ക്ഷേത്രത്തിലേക്ക് പോകാൻ ആ ഇടവഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ ഇടവഴിയിൽ എത്തിയപ്പോ ആ വഴിയിൽ കൂടി ഒരു വലിയ ആന വരുന്നുണ്ടായിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ ശിവേലി കഴിഞ്ഞ് അതിനെ തളയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. ആ ആനയുടെ പിന്നിലായിട്ട് മൂസാമ്പൂരിയും വരുന്നുണ്ടായിരുന്നു. എങ്കിലും വഴിയുടെ വിസ്താരക്കുറവും ആനയുടെ ദേഹപുഷ്ടിയും നിമിത്തം നമ്പൂരിമാർക്ക് അങ്ങോട്ട് പരസ്പരം കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആനയുടെ മുൻവശത്ത് അനുജൻ എത്തിയിട്ടുണ്ടെന്ന് ജ്യേഷ്ഠനും പിൻവശത്ത് ജ്യേഷ്ഠൻ എത്തിയിട്ടുണ്ടെന്ന് അനുജനും അങ്ങോട്ട് അറിഞ്ഞില്ല. സ്വതേ പാതായിക്കര നമ്പൂരിമാർ എവിടെ പോകുമ്പോഴും ആര് വന്നാലും വഴിമാറിക്കുടക്കുക എന്ന പതിവില്ല. ആനയെ തിരിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം വഴിക്ക് വിസ്താരമില്ല. പിന്നോക്കം നടത്തിക്കൊണ്ടുപോ എന്ന് ആനക്കാരനോട് പറഞ്ഞുകൊണ്ട് അനുജൻ നമ്പൂരി ആനയുടെ ആ മസ്തകത്തിൽ പിടിച്ച് പുറകോട്ട് തള്ളി. അപ്പോ ആന പെട്ടെന്ന് പുറകോട്ട് മാറി. അതുകണ്ട് മൂസാമ്പൂരി പറഞ്ഞു, മുമ്പോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ പിൻവശത്ത് പിടിച്ച് മുമ്പോട്ട് തള്ളി. പക്ഷേ അനുജൻ നമ്പൂരി മുൻവശത്ത് തള്ളി പിടിച്ചിരുന്നത് കൊണ്ട് മൂസാമ്പൂരി തള്ളിയിട്ട് ആന മുമ്പോട്ട് പോയില്ല. അത് കണ്ടപ്പോ മൂസാമ്പൂരിക്ക് ഒരു സംശയം തോന്നി. ഉടനെ മൂസാമ്പൂരി ചോദിച്ചു, മുൻവശത്ത് ആരാണ്
അനുജനുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഇളയമ്പൂരി പറഞ്ഞു, ഉവ്വ് ഞാൻ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂസാമ്പൂരി പറഞ്ഞു, ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല, എന്നാ പിടിച്ചോളുക എന്ന് പറഞ്ഞ് ശക്തിയോടുകൂടി മുമ്പോട്ട് തള്ളിപ്പിടിച്ചു. അനുജൻ നമ്പൂരി പിറകോട്ടും തള്ളിപ്പിടിച്ചു. അപ്പോ ആന ആകപ്പാടെ ഒന്ന് ഞെരിഞ്ഞു. ആ സമയത്ത് അവർ രണ്ടുപേരും ഒരുപോലെ ഞെക്കിപ്പിടിച്ച് ആ ആനയെ മേൽപോട്ട് പൊക്കി ഒരു വശത്തുള്ള കയ്യാലയുടെ മുകളിൽ കൂടി കയ്യാലപ്പുറത്തേക്ക് മറച്ചിട്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയും ചെയ്തു എന്നാ പറയണേ. ഇങ്ങനെ പാതായിക്കര നമ്പൂരിമാരുടെ അത്ഭുത കർമ്മങ്ങൾ പറഞ്ഞാൽ വളരെയേറെയുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ശക്തി എത്രമാത്രമാണ് എന്നുള്ളത് എന്റെ കഥാപ്രേമികൾക്ക് ഞാൻ കൂടുതൽ പറയാതെ തന്നെ ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് അധികം ഇനി ഞാൻ വിസ്തരിക്കണില്ല. വളരെ രസകരമായ ഈ ഒരു കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.